ഹലോ 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 മറിയം, മറിയം കേൾക്കുന്നുണ്ടോ? തിരുമാലിയാണവൻ, കള്ളത്തിരുമാലി. ഇവനെപ്പോലുള്ള കള്ളന്മാരാണ് ഞങ്ങളെപ്പോലുള്ള വിശ്വാസികളുടെ വിശ്വാസം തകർക്കുന്നത്. ശിക്ഷിക്കണം, ശിക്ഷിക്കപ്പെടണം. താക്കോലെടുത്തില്ല. പപ്പ, ഈ അങ്കിള് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഒന്ന് പോടാ അവിടെ. കണ്ടത് മാത്രം പറഞ്ഞാ പോരാ, കേട്ടതും അറിഞ്ഞതും അതിന്റെ തെളിവും വേണം. സേവിച്ചതിന്റെ സകല ഡീറ്റെയിൽസും ഞാൻ കൊണ്ട് തരാം. എനിക്കെന്നാ കിട്ടും? അനിയ, മറ്റുള്ള ചാനലുകൾക്ക് ആവശ്യത്തിലധികം സ്കൂപ്പുകളുണ്ട്. നമുക്കാണെങ്കിൽ ഒരു കോപ്പുമില്ല, മര്യാദയ്ക്കൊരു ഓഫീസ് പോലുമില്ല. എന്നിട്ട് ന്യൂസ് ചാനൽ എന്നുള്ള പേരും. കുട്ടാ, നിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. അവനെ ആരാ എന്താന്നുള്ളതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. പിന്നെ അവൻ കളിച്ചതിനെക്കാട്ടും ഒരുപാട് ഉന്നതങ്ങളിൽ പറന്നും കളിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ചരിത്രം എൻ്റെ അടുത്ത് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയും ചില വേർപാടുകളുണ്ട്. അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ സൗഖ്യത്തിലേക്കുള്ള വഴി. എന്താണ് അയാൾ കൊല്ലാൻ പറഞ്ഞാലേ നമ്മ കൊല്ലും, തിന്നാൻ പറഞ്ഞാലേ തിന്നും. അയാള് പൈസ തന്നതേ അല്ല. അതെ, യുക്തിവാദികൾക്ക് വരെ ദൈവങ്ങളുള്ള സമയമാണ്. അതുകൊണ്ട് മക്കളെ പൊക്കെ സാധനം കൊടുക്കലെടുത്തിട്ട് പൊക്കെ. കോഫി? വേണ്ട സർ, താങ്ക് യു. ടീ ഓർ സംതിങ് കോൾഡ്? നോ സർ, വേണ്ട. സോ ഇറ്റ്സ് എ നോ ഫ്രം യു. സർ, എനിക്കിപ്പോൾ അത് പറ്റില്ല. ഞാൻ അതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. മറിയം, യു ഡോണ്ട് ഹാവ് ദ ലക്ഷറി ടു സേ നോ. ഇതൊരു റിക്വസ്റ്റ് അല്ല, ഇറ്റ്സ് എൻ ഓർഡർ. നോക്കൂ മറിയം, ഇത് വേറെ വല്ല ചാനലുകാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് സ്കൂപ്പ് ആക്കണം. യു ആർ ദ ബെസ്റ്റ് ഷോട്ട് വി ഹാവ്. ഈ സേവിയർ ഒരു മാസ്റ്റർ മൈൻഡാണ്. അവന്റെ രൂപം വെച്ചാണ് അവൻ കളിക്കുന്നത്. എത്ര പെട്ടെന്നാണ് അവൻ ആൾ ദൈവമായി മാറിയത്. ഇവന്റെ ഹിസ്റ്ററി, ഇവൻ സഞ്ചരിച്ച വഴി, നമുക്ക് ഇവന്റെ കഥ വേണം മറിയം. വി നീഡ് ദിസ്. നിങ്ങൾ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് കുഴപ്പം. പുള്ളിയൊക്കെ അവിടെ പഠിച്ചതോ. പുള്ളിയുടെ ഈ ഒരു ചൈതന്യവും പുള്ളിയുടെ ഈ ഒരു ഓറയൊക്കെ ഉണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞാൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. സേവിച്ചിട്ടുണ്ടാക്കിയിട്ട് മുങ്ങാന്ന് വിചാരിച്ചോടെ കഴിവേറ മോനെ. അവനെ ഞങ്ങൾ പൂട്ടാതിരിക്കാൻ പറ്റില്ല. അത് സമൂഹത്തിന്റെ ആവശ്യമാണ്. അല്ല, ഇത്തരം ജീവികളെ ഒന്നും നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് ഈ ആൾദൈവങ്ങളുടെ അവരുടെ ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്? അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവർക്ക് ഈ സമൂഹത്തിലെ ആളുകളെ അവരുടെ പോക്കറ്റിലുള്ള പണം എങ്ങനെയായാലും തൻ്റെ പോക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്.
എൻ്റെ മുന്ന് സേവിച്ച സംഗതി കള്ളു വെച്ചോടൊക്കെ ഇത്തിരി ചിക്കിലിട്ടെന്ന് ഏർപ്പാടാ. പക്ഷേ ഈ എക്സസൈസുകാരും നാറികളുണ്ടല്ലോ, എപ്പോഴാ അണ്ണാക്കിലിട്ട് കുത്തുന്നതെന്ന് പറയാൻ പറ്റിയല്ല. ഏതാ അല്ലേലും ഈ പാവ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വലിയ പാടാ, അല്ലയോ സേവിച്ച? ഇതൊന്നും അല്ലടാ കച്ചവടം, അതുക്കും മേലെയുള്ള സാധനമുണ്ട് സേവിച്ചൻ്റെ കയ്യില്. നല്ല അടാറ് ലീഗൽ ഐറ്റം. ഞാനേ അതെടുത്തങ്ങ് അലക്കാൻ പോവാ. അത് എന്നെ ആയിട്ടോ സേവിച്ച? ഇനി എൻ്റെ മക്കളൊന്ന് മുട്ടുകുത്തിക്ക്, ഇച്ചായനൊന്ന് കാണട്ടെ. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ഐറ്റം. അൾട്ടിമേറ്റ് ഫാദർ. ഇച്ചിരി വാലോട്, ഇച്ചിരി കെട്ടിപ്പിടുത്ത്, കാശ് ശര പറയേനു പോയി. കേട്ടത് ശരിയാണ്. ക്ലാസിക് ക്രിമിനലാണ് സേവ്യർ. ഭയക്കണം. റോയ് സാർ പറഞ്ഞതിനേക്കാൾ ഭീകരമാണ് അയാളുടെ ചരിത്രം. പണത്തിനു വേണ്ടി അയാൾ എന്തും ചെയ്യും, എന്തും. അറിയാവുന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ അതിനനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ വരുമാനം വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരാൾ ദൈവം ഉണ്ടായിക്കഴിഞ്ഞു. എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട, എനിക്കൊന്നും പറയാനുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു വെക്കും. എങ്ങനെയുണ്ട് മറിയം മകനിപ്പോ? ആളിപ്പോ ഉഴപ്പൊക്കെ മാറി നല്ല കുട്ടിയായി. വാശി കൊടുത്തൊന്നുമില്ല. എത്ര നാളായി മറിയം ഈ ആശ്രമത്തിൽ വന്നു തുടങ്ങിയിട്ട്? 1 മാസം കഴിയുന്നു. എന്തേ പിതാവേ? അഭിനയം അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ മറിയം കൊച്ചേ. നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെ ഉദ്ദേശം വേറെയാണെന്ന്. കൊച്ചേ, നീ അന്വേഷിച്ചറിഞ്ഞതിനേക്കാൾ ഒരുപാട് കൂടുതലുണ്ട് സേവ്യറിന്റെ ചരിത്രം. ഈ പിതാവിന്റെ കുപ്പായത്തിനുള്ളിലുള്ള സേവ്യറിനെ നിനക്ക് കാണണോ? കാണിച്ചു തരാൻ ഞാൻ. ഹലോ 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 മറിയം, മറിയം കേൾക്കുന്നുണ്ടോ? ആ സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം വിളിക്കുന്നു, താനെന്താ ഫോൺ എടുക്കട്ടെ? കുറച്ച് തിരക്കുകളിലായിരുന്നു സാർ. പറഞ്ഞോളൂ, എന്താ വിളിച്ചത്? മറിയം, മറിയനെ അവിടെ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങണം. നമ്മൾ കരുതുന്നതിനേക്കാൾ അപകടകാരിയാണ്. ഒരുപക്ഷെ നിന്റെ ജീവൻ തന്നെ. ഹലോ 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 മറിയം. എന്റെ ചോദ്യങ്ങൾക്ക് ഭക്ഷിപ്പാൻ അവിടുന്ന് ഭീതിയുടെ മധുരം മുക്കിയ വെളിച്ചം വിളമ്പി. സ്വാതന്ത്ര്യത്തിന്റെ സൗഖ്യത്തിലേക്കുള്ള പാതയിൽ എനിക്ക് ആ ഭീതിയുടെ വെളിച്ചം മാത്രം മതി. വിശാലമായ കൂടിനുള്ളിൽ എനിക്കിപ്പോൾ നല്ലതുപോലെ പറക്കാൻ കഴിയുന്നുണ്ട്.